കൂട്ടുകാരെ, ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഒരു എക്സാം സ്പെഷ്യൽ വീഡിയോ ആണ്. ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. At Rebecca's school, the principal held an assembly to appreciate Rebecca's great deeds. She was very happy and she was wondered, thinking what next she and her friends could do to help nature and her community. Write the thoughts of Rebecca. അപ്പോൾ നമ്മുടെ റബേക്കയെ പ്രിൻസിപ്പൾ അവസാനത്തിൽ ആ സ്റ്റോറിയുടെ ലാസ്റ്റിൽ പറയുന്ന കാര്യമാണ്. റബേക്കയെ പ്രിൻസിപ്പൾ അടുത്ത് നിർത്തിയിട്ട് അസംബ്ലി കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ കുട്ടികളോട് നമ്മുടെ പ്ലാനറ്റിനെ ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി റബേക്ക ചെയ്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് റബേക്കയുടെ മൈൻഡിലുള്ള തോട്ട്സ്, റബേക്കയുടെ ചിന്തകളാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ തോട്ട്സ് എങ്ങനെയൊക്കെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഐ ഡോണ്ട് ഹാവ് ടൈം ടു റെസ്റ്റ്. ഐ വാണ്ട് ടു ഡു മെനി ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്റ്റ് മൈ പ്ലാനറ്റ്. എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. എനിക്ക് എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആക്ടിവിറ്റീസ് ഇനിയും നമ്മുടെ പ്ലാനറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ തോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തേത്, ഐ ഹാവ് ടു ആസ്ക് ദ മേയർ ടു ഡു എനിത്തിങ് അഗെയിൻസ്റ്റ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ് ആൻഡ് ടു ഇംപ്ലിമെൻറ്റ് ലോസ് ഫോർ പ്രൊഹിബിറ്റിംഗ് ദ യൂസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് പ്ലാസ്റ്റിക്സ്. എനിക്ക് മേയറോട് പ്ലാസ്റ്റിക്കിൻ്റെ യൂസിനെതിരെ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പ്രൊഡക്ഷനും യൂസിനും എതിരെ എന്തെങ്കിലും ലോസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയുകയും വേണം. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ ഇതിൽ കൊടുത്തിട്ടുള്ള തോട്ട്സ്. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേറെ ആഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എൻവയോൺമെൻറ്റ് ഡേയുടെ ഭാഗമായി ABC സ്കൂള് ഒരു അവെയർനെസ് പ്രോഗ്രാം, അതിനുവേണ്ടി ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം, അതിൻ്റെ വെന്യൂ എവിടെയാണ്, ഡേറ്റ് എന്താണ്, പിന്നെ ഇനാഗുറേഷൻ ആരാണ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിനൊരു ഹെഡിങ് വേണം, സംഭവം നടക്കുന്ന സ്ഥലം വേണം, അതുപോലെ അതിലെല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ABC സ്കൂൾ സെലിബ്രേറ്റഡ് എൻവയോൺമെൻറ്റ് ഡേ വിത്ത് ഷോർട്ട് ഫിലിം ഫെസ്റ്റ്. അപ്പോൾ ഇതാണ് ഇതിനൊരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വാർത്ത വായിക്കാം. ആലപ്പുഴ. ABC സ്കൂൾ ആലപ്പുഴ കണ്ടക്റ്റഡ് എ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഓൺ പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റ് ഓൺ യെസ്റ്റർഡേ. The program was held at the school auditorium at 10 o'clock in the morning. അപ്പോൾ എന്താണ് ഷോർട്ട് ഫിലിം ഫെസ്റ്റ്? ആലപ്പുഴ ABC സ്കൂള് പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ട് ഉള്ളൊരു ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഇന്നലെ സംഘടിപ്പിച്ചു. പരിപാടി രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ദ പ്രോഗ്രാം വാസ് ഇനാഗുറേറ്റഡ് ബൈ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. പഞ്ചായത്ത് പ്രസിഡൻ്റാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. മെനി ഓഫ് ദ പാരൻസ് നേറ്റീവ്സ് വെർ ദെയർ. ഒരുപാട് പേരൻസും നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡൻറ്റ് കമൻറ്റഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് പ്രോഗ്രാം ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദ നീഡ് ടു പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവെയർനെസ് നൽകുന്ന, ബോധവൽക്കരണം നൽകുന്ന നല്ലൊരു പരിപാടിയാണ് ഇത് എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ പ്ലക്കാർഡ്സ് ഓൺ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള കോഡ്സ് ഉപയോഗിച്ച് പ്ലക്കാർഡുകൾ ഉണ്ടാക്കാം. സേവ് ദ എർത്ത്, സേവ് അവർസെൽസ്, തിങ്ക് ഗ്രീൻ, ബി ഗ്രീൻ ആൻഡ് സ്റ്റോപ്പ് പൊല്യൂട്ടിങ്. ഇനി വേറെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെയും കോഡ്സ് ഉപയോഗിക്കാം. ഇതുപയോഗിച്ചും നിങ്ങൾക്ക് ഉണ്ടാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാർക്ക് വാസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ കോർട്ട്. He was the only problem for Michael to play basketball. Michael was very sad and sat beside his mother. She looked at him. Write the likely conversation between Michael and his mother. സ്റ്റോറിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, മാർക്കാണ് മൈക്കലിന് എപ്പോഴും കളിയിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരേ ഒരാൾ. കാരണം മാർക്കിൻ്റെ ഹൈറ്റ് ടോളർ ആയതുകൊണ്ടാണ് എന്നാണ് മൈക്കൽ വിശ്വസിക്കുന്നത്.
അങ്ങനെ ഒരു ദിവസം നമ്മുടെ മൈക്കൽ സാഡായിട്ട് വന്ന് അമ്മയുടെ അടുത്ത് ഇരിക്കുകയാണ്. ആ സമയം അവർ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ എക്സ്ചേഞ്ച് എഴുതിയിട്ടുണ്ട്. അമ്മ ചോദിക്കുകയാണ്, വാട്ട്സ് റോങ് വിത്ത് യു ഡിയർ. അപ്പോൾ നമ്മ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് പറ്റി മോനെ എന്നുള്ളത്. ഇനി ബാക്കി മൈക്കലും അമ്മയും തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഡയലോഗ്സ് നിങ്ങൾ എഴുതി ചേർക്കണം. ഓക്കെ, ഇനി ഈ കോൺവെർസേഷൻ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. മമ്മ ചോദിക്കുകയാണ്, വാട്ട്സ് റോങ് വിത്ത് യു ഡിയർ, നിനക്ക് എന്ത് പറ്റി മോനെ. മൈക്കൽ, മമ്മ ഐ വാണ്ട് ടു ഗെറ്റ് ടോളർ, എനിക്ക് എന്ത് ചെയ്യണം, ഉയരം വെക്കണം. മമ്മ, ടു ഗെറ്റ് ടോളർ, ഉയരം വെക്കുകയോ. വാട്ട് ഡു യു വാണ്ട് ടു ബി ടോളർ, നിനക്ക് എന്തിനാണ് ഉയരം വെക്കുന്നത്. മൈക്കൽ, ഐ വാണ്ട് ടു പ്ലേ വെൽ ഇൻ ദ കോർട്ട്, എനിക്ക് കോർട്ടിൽ നന്നായിട്ട് കളിക്കണം. ഐ വാണ്ട് ടു മേക്ക് മൈ ടീം വിൻ, എനിക്ക് എൻ്റെ ടീമിനെ വിജയിപ്പിക്കണം. സോ ഐ വാണ്ട് ടു ബി ടോളർ, അതിനാണ് എനിക്ക് ഉയരം വെക്കേണ്ടത്. മമ്മ, ബട്ട് യു ആർ സ്റ്റിൽ പ്ലേയിങ് വെൽ, പക്ഷേ നീ ഇപ്പോൾ തന്നെ നന്നായി കളിക്കുന്നുണ്ടല്ലോ. മൈക്കൽ, ബട്ട് മാർക്ക് ദ ടോളസ്റ്റ് ബോയ് ഓൾവേസ് ബ്ലോക്ക് മൈ ത്രോസ്, ഞാൻ എറിയുന്ന എല്ലാ പന്തുകളും ആര് ബ്ലോക്ക് ചെയ്യാണ്, നമ്മുടെ മാർക്ക് ബ്ലോക്ക് ചെയ്യാണ്. മാർക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള കുട്ടിയാണ്. മമ്മ, ഓ ഓക്കെ, ഐ വിൽ സ്പ്രിങ്കിൾ സോൾട്ട് ഇൻ യുവർ ഷൂസ്, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ ടോളർ, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം ആൻഡ് യു ഹാവ് ടു വെയിറ്റ് പേഷ്യൻ്റ്ലി. അപ്പോൾ അമ്മ പറയാണ്, ഞാൻ നിൻ്റെ ഷൂസിൽ ഉപ്പിട്ട് തരാം, അത് നിന്നെ ഉയരം വെക്കാൻ സഹായിക്കും, പക്ഷെ അതിനെന്ത് ചെയ്യണം, ഇറ്റ് വിൽ ടേക്ക് ടൈം, കുറച്ച് സമയമെടുക്കും, നീ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. മൈക്കൽ, ഓക്കെ മമ്മ, ഐ വിൽ വെയിറ്റ് പേഷ്യൻ്റ്ലി, ഞാൻ എന്ത് ചെയ്യാം, ക്ഷമയോടെ കാത്തിരിക്കാം. അപ്പോൾ ഇത്രയുമാണ് മമ്മയും മൈക്കലും തമ്മിലുള്ള കോൺവെർസേഷൻ. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും എഡിറ്റിങ്ങിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തേത് നമുക്കൊന്ന് വായിക്കാം. Activity 6, edit the following passage. He picked up his brush again and began working hard. Ben Rogers is coming down the street. Tom pretended not to see him. He worked harder than ever. Ben was eating an apple. He looked very happy. He was pretending that he was a big ship and was rolling like one. He gave orders to a loud voice and the ship obeyed them. അപ്പോൾ ഇതിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബ്രഷ്, പിന്നെ ഈസ്, എ, ടു, അതുപോലെ ടോം, ഇത്രയും വേർഡ്സാണ് ഇതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിനൊക്കെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അതാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത്. ഇനി ഹി പിക്ക്ഡ് അപ്പ് ഹിസ് ബ്രഷ്, ബ്രഷ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കൂ, കറക്റ്റാണോ? അല്ലേ, BRUSH എന്നാണ് ബ്രഷിൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ഇനി നെക്സ്റ്റ്, ബെൻ റോജേഴ്സ് ഈസ് കമ്മിങ് ഡൗൺ. അപ്പോൾ നേരത്തെ സെൻറ്റൻസൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഹി പിക്ക്ഡ് അപ്പ് ഹിസ് ബ്രഷ് എഗെയിൻ ആൻഡ് ബിഗാൻ വർക്കിംഗ് ഹാർഡ് അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇത് കൊടുത്തിട്ടുള്ളത് ബിഗാൻ, പിക്ക്ഡ്, ഇതൊക്കെ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ബെൻ റോജേഴ്സ് ഈസ് എന്നത് എന്താണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണെങ്കിലാണ് ഈസ് ഉപയോഗിക്കുക. അപ്പോൾ പാസ്റ്റ് ആണെങ്കിൽ ഈസിന് പകരം നമ്മൾ വാസ് ആണ് ചേർക്കേണ്ടത്. ഇനി അടുത്തത് ടോം. ടോം എന്നുള്ളത് പേരാണ്, പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ഇനി അടുത്തത് ബെൻ വാസ് ഈറ്റിംഗ് എ ആപ്പിൾ. ആപ്പിൾ എന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് വവൽ സൗണ്ടിലാണ്. അപ്പോൾ വവൽ സൗണ്ടിൻ്റെ മുൻപ് ആൻ ആണ് വരിക. അപ്പോൾ ആൻ ആപ്പിൾ എന്നാണ് പറയുക. ഇനി നെക്സ്റ്റ് ഇതിൽ ഉള്ളത് ഓർഡേഴ്സ് ടു എ ലൗഡ് വോയിസ്. ടു എ ലൗഡ് വോയിസ് എന്നുള്ളതിലാണ് മിസ്റ്റേക്ക് ഉള്ളത് അല്ലേ, ടു എന്നല്ല അവിടെ. അപ്പോൾ എന്താ ചെയ്യുക, ഉറച്ച ശബ്ദത്തിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ എ ലൗഡ് വോയിസ് എന്നാണ് അവിടെ വേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിലുള്ള മിസ്റ്റേക്സ് നമ്മൾ എഡിറ്റ് ചെയ്തത്. ഇനി അടുത്തത് എഡിറ്റിങ്ങിലെ അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ഇറ്റ് അല്ലേ. ഇനി നമുക്ക് ഈ പാസേജ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ദ നെക്സ്റ്റ് ഡേ സാറ്റർഡേ വാസ് എ ഹോളിഡേ ഓഫ് ദി സ്കൂൾ. അടുത്ത ദിവസം സാറ്റർഡേ സ്കൂളിന് എന്താണ്, അവധിയാണ്. അപ്പോൾ സാറ്റർഡേ എന്ന് പറയുമ്പോൾ നമ്മൾ IS ക്യാപിറ്റൽ ലെറ്റർ ആക്കിയിട്ട് എഴുതണം, അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്.
ഇനി വാസ് എ ഹോളിഡേ ഓഫ് ദ സ്കൂൾ അല്ല, ഹോളിഡേ ഫോർ ദ സ്കൂൾ. ഫോർ ആണ് അവിടെ വേണ്ടത്. ഓൾ ദ ബോയ്സ് ഇൻ ദ വില്ലേജ് വാസ് ഫ്രീ. വാസിനാണ് അണ്ടർലൈൻ. ഓൾ ദ ബോയ്സ് എല്ലാ ആൺകുട്ടികളും. അപ്പോൾ ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആൺകുട്ടികളുണ്ട്. അതുകൊണ്ട് വാസ് അല്ല വേണ്ടത്, വേർ ആണ് വേണ്ടത്. ഒരാളാണെങ്കിലാണ് വാസ് ചേർക്കുക, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ വേർ വേണം ചേർക്കാൻ. ഓക്കെ. ദ സൺ വാസ് ഷൈൻ. ദ സൺ വാസ് ഷൈനിങ് എന്നാണ്. അപ്പോൾ ഈസ്, വാസ്, വേറെ, ആറ് ഇതിനൊക്കെ ശേഷം ഒരു ആക്ഷൻ വേർഡ് വന്നാൽ അതിന് ING ഇട്ട് കൊടുക്കണം. അപ്പോൾ ദ സൺ വാസ് ഷൈനിങ് ആൻഡ് ദ ബേർഡ്സ് വേർ സിംഗിങ്. ദ ഫ്ലവേഴ്സ് ലുക്ക്ഡ് ഫ്രഷ് ആൻഡ് ലവ്ലി. ലവ്ലിൻ്റെ സ്പെല്ലിങ് നോക്കൂ, കറക്റ്റ് അല്ല. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ചെയ്യണം. LOVELY ആണ് ലവ്ലിയുടെ സ്പെല്ലിങ്. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലെ ചോദ്യപേപ്പറിൽ നിന്നുള്ള എഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഇനിയും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായി ശ്രദ്ധിക്കുക. എയും ആനും ചേർക്കാൻ, അതുപോലെ സ്പെല്ലിങ് ക്യാപിറ്റൽ ലെറ്റർ ചേർക്കേണ്ടടുത്ത് അത് ചേർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതുപോലെ വാസ്, വേർ, ഒരാളാണെങ്കിൽ ഈസ് അല്ലെങ്കിൽ വാസ്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ വേർ അല്ലെങ്കിൽ ആർ, ഇങ്ങനെയൊക്കെ ചേർക്കാനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് നന്നായിട്ട് ചെയ്യുക. എല്ലാ മക്കളും നന്നായി പഠിച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.